സങ്കീർത്തനങ്ങൾ അധ്യായം 58. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. എൻ്റെ രക്ഷയുടെ ദൈവമായ കർത്താവേ, ഞാൻ രാവും പകലും തിരുമുമ്പാകെ നിലവിളിച്ചു. എൻ്റെ പ്രാർത്ഥന തിരുമുമ്പാകെ പ്രവേശിപ്പിക്കണമേ. എൻ്റെ അപേക്ഷയ്ക്കായി നിന്റെ ചെവി ചായ്ക്കണമേ. എന്തെന്നാൽ എൻ്റെ ആത്മാവ് അരിഷ്ടതകളാൽ നിറഞ്ഞു, എൻ്റെ ആയുസ് പാതാളത്തോടടുത്തു. കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ ഞാൻ എണ്ണപ്പെട്ടു. ഞാൻ സഹായമില്ലാത്ത മനുഷ്യനെ പോലെയായി തീർന്നു, മൃതമധ്യത്തിൽ സ്വതന്ത്രൻ. നീ വീണ്ടും ഓർക്കാത്തവരും തൃക്കൈയിൽ നിന്ന് നഷ്ടപ്പെട്ടവരുമായി കബറുകളിൽ കിടക്കുന്ന നിഹതന്മാരെ പോലെ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനായി തീർന്നു. അന്ധകാരവും മരണനിഴലും ഉള്ളതായ കുഴിയിൽ നീ എന്നെ ഇറക്കിയിരിക്കുന്നു. നിന്റെ കോപം എൻ്റെ മേൽ കഠിനമായിരിക്കുന്നു. നിന്റെ തിരമാലകളെല്ലാം എൻ്റെ മേൽ വരുത്തിയിരിക്കുന്നു. എന്നെ അറിയുന്നവരെ നീ എന്നിൽ നിന്ന് ദൂരത്താക്കി. അവർക്കെന്നെ അശുദ്ധനാക്കി തീർത്തു. പുറത്തിറങ്ങാതെ വണ്ണം എന്നെ വിരോധിച്ചു. എൻ്റെ ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണുകൾ ക്ഷയിച്ചു. കർത്താവേ, ഞാൻ ദിനം തോറും നിന്നെ വിളിച്ചു. നിങ്കലേക്ക് എൻ്റെ കൈകളെ ഞാൻ നീട്ടി. കണ്ടാലും മരിച്ചവർക്ക് നീ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. ബലവാന്മാരെഴുന്നേറ്റ് നിന്നെ സ്തോത്രം ചെയ്യും. കബറുകളിൽ ഉള്ളവർ നിന്റെ കൃപയെയും നാശത്തിൽ നിന്റെ വിശ്വസ്തതയെയും വിവരമായി അറിയിക്കും. അന്ധകാരത്തിൽ നിന്റെ അത്ഭുതവും മറന്നുകളഞ്ഞ ഭൂമിയിൽ നിന്റെ നീതിയും പ്രസിദ്ധമാക്കും. കർത്താവേ, നിങ്കലേക്ക് ഞാൻ നിലവിളിച്ചു. പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിലെത്തും. കർത്താവേ, നീ എൻ്റെ ആത്മാവിനെ മറക്കരുതേ. എന്നിൽ നിന്ന് തിരുമുഖം തിരിച്ചു കളയരുതേ. ഞാൻ എളിയവനും എൻ്റെ ബാല്യം മുതൽ അരിഷ്ടനുമാകുന്നു. ഞാൻ ഉയർത്തപ്പെട്ടു, എങ്കിലും താഴ്ത്തപ്പെട്ടു വിഷാദത്തിലായിരിക്കുന്നു. നിന്റെ കോപം എൻ്റെ മീതെ കടന്നു. നിന്റെ ക്രോധം എന്നെ മൗനമാക്കിയിരിക്കുന്നു. അവ നിത്യവും വെള്ളം പോലെ എന്നെ ചുറ്റി ഒരുമിച്ചെന്നെ വളഞ്ഞു. എൻ്റെ സ്നേഹിതന്മാരെയും എൻ്റെ സഖികളെയും എന്നിൽ നിന്ന് ദൂരത്താക്കുകയും എന്നെ അറിയുന്നവരെ എന്നിൽ നിന്നകറ്റുകയും ചെയ്തിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.